തൃശൂരിൽ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. പീച്ചി, തെക്കേക്കുളം, ചെന്നായിപ്പാറ, വെള്ളച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഭൂചലനത്തിന് സമാനമായ പ്രതിഭാസമുണ്ടായത്. ഭൂചലനമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കുകയും പിന്നാലെ വീടുകളുടെ ജനലുകളും വാതിലുകളും ഇളകുകയും ചെയ്തിരുന്നു. സാനു കെ സജീവ് ചേരുന്നു വിവരങ്ങളുമായി. സാനു, തൃശൂരിൽ എന്താണ് സംഭവിച്ചത്? ഭൂചലനം എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷെ വലിയ രീതിയിലുള്ളൊരു പ്രകമ്പനമാണ് ഭൂമിക്കടിയിൽ ഉണ്ടായത് ഈ പ്രദേശങ്ങളിലാകെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? രോഹിണി, ഭൂചലനമാണോ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനം എത്തിയിട്ടില്ല. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂചലനമാണെന്നൊരു സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തൃശൂർ പീച്ചിയിലാണ് ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു പ്രകമ്പനം, വലിയൊരു ശബ്ദത്തോടു കൂടി ഒരു പ്രകമ്പനം ഉണ്ടാകുന്നത്. പീച്ചി, തെക്കേക്കുളം, ചെന്നായിപ്പാറ, താമര, വെള്ളച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം സമാനമായിട്ടുള്ള നിലയിലുള്ള പ്രകമ്പനം ഉണ്ടാവുകയും വലിയ ശബ്ദം കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് വലിയൊരു ആശങ്കയോടുകൂടിയാണ് ആൾക്കാർ നോക്കിക്കാണുന്നത്. അതായത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നൊരു കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടാവാത്തതിൽ ജനങ്ങൾക്ക് വലിയൊരു ആശങ്കയുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് വലിയ ഉഗ്ര ശബ്ദത്തോടു കൂടി ഉണ്ടായ പ്രകമ്പനം അത് ഭൂചലനത്തിന് സമാനമായിട്ടുള്ള നിലയിലാണ് സംഭവിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഈ പ്രകമ്പനം കേട്ടതിന് തൊട്ടു പിന്നാലെ ഈ ജനൽ ചില്ലുകൾ ഫാനടക്കം നിന്ന് ആടുന്ന ഒരു സാഹചര്യം. സാധാരണ ഭൂചലനം ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള നിലയിലുള്ള സംഭവങ്ങളാണ് അല്പനേരം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായത്. അതായത് ഈ മുഴക്കം, ഭൂമിക്കടിയിൽ നിന്നുള്ള മുഴക്കം അല്പനേരം നീണ്ടു നിന്നു എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും സംഭവം ഭൂചലനമാണോ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ നിലവിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഒരു അവരുടെ ഭാഗത്തു നിന്നൊരു സമാധാനം ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.